അങ്ങനത്തെ 6 കുബിക് രക്തമുണ്ടെങ്കിലേ ഈ ഹാർട്ട് ഒറ്റ പ്രാവശ്യം അടിക്കുകയുള്ളൂ. എന്നാൽ 24 മണിക്കൂർ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്നത് 2500 ഗാലൻസ് രക്തം വേണമെന്നാണ്. 2500 ഗാലൻസ്. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ 5 കുപ്പിയാ. അപ്പൊ 2500 × 5 എത്ര കുപ്പി രക്തം വേണം 24 മണിക്കൂർ ഹാർട്ട് പ്രവർത്തിക്കാൻ? ഒരു കാർ ഓടുന്നതിൽ കൂടുതൽ ചെലവാ മനുഷ്യ ശരീരം പ്രവർത്തിക്കാൻ. ഒരു പഞ്ചായത്ത് ഏറിയയിൽ ഒരു വെള്ള ടാങ്കിൽ നിൽക്കുന്ന അത്രയും രക്തം 10 കുപ്പി കാണുമോ നമ്മുടെ ശരീരത്തിൽ? പിന്നെ അതില്ലാതെ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത്രയും രക്തം നമ്മുടെ ശരീരത്തിൽ തന്നാൽ ജീവിക്കാൻ കഴിയുമോ? കിടക്കാനും ഉറങ്ങാനും നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാകില്ലേ? അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു? ഹാർട്ടാണ് ശരീരത്തിന്റെ മുക്കിലേക്കും മൂലയിലേക്കും രക്തം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹാർട്ടിൽ നിന്ന് പുറത്തു വരുന്ന രക്തം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ് സഞ്ചരിച്ച് മലിനമായി വരുമ്പോൾ ആ മലിനമായ രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഹാർട്ടിന്റെ സമീപത്തൊരു ശുദ്ധീകരണ ഫാക്ടറി അല്ലാഹു സ്ഥാപിച്ചു. ആ ശുദ്ധീകരണ ഫാക്ടറി രക്തത്തെ ശുദ്ധി ചെയ്യുന്നു, ഹാർട്ടിലേക്ക് പ്ലംബ് ചെയ്യുന്നു. പിന്നെയും ഹാർട്ടിൽ നിന്ന് പുറത്തു വരുന്ന രക്തം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ് മലിനമായി വരുമ്പോ ഈ ശുദ്ധീകരണ ഫാക്ടറി അതിനെ ശുദ്ധീകരിക്കുന്നു, ഹാർട്ടിലേക്ക് പ്ലംബ് ചെയ്യുന്നു. ഇങ്ങനെ എത്ര കാലം? 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, 90 കൊല്ലം ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം പോയിട്ടൊരു മണിക്കൂർ പോലും ഈ ഫാക്ടറി ഒന്ന് നിർത്താതെ, ഈ എൻജിൻ വർക്ക് ചെയ്യാതെ ഒരു മണിക്കൂർ ഹോളിഡേ ജീവിതത്തിൽ വന്നിട്ടില്ല. അരമണിക്കൂർ പോയിട്ട് 5 മിനിറ്റ് സമയം, സഹോദര 1 മിനിറ്റ് സമയം ഈ എൻജിൻ ഇതുവരെ പ്രവർത്തനരഹിതമായിട്ടില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഈ ചെറിയ ഞരമ്പിൽ കൂടി രക്തം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരപകടവും ഇന്ന് വരെ സംഭവിക്കാതെ ഹാർട്ടിനെ ഇത്രയും കാലം പരിരക്ഷിച്ചു പോന്ന റഹ്മാനായ റബ്ബ് എത്ര സുജൂദ് നമ്മൾ ചെയ്താലും മതിയാകുമോ? ഈ ഹാർട്ടിനൊരു കേട് സംഭവിച്ചാൽ, ഇതിന്റെ അടി അങ്ങ് നിന്നാൽ, അറ്റാക്ക് സംഭവിച്ച് കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ പരിചരിച്ചു. അതാ അൽഹംദുലില്ലാഹ് അവന്റെ ജീവിതം തിരിച്ചു കിട്ടി. കൊണ്ടുപോയ സ്പീഡിൽ തിരിച്ചു പോരാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവിടെ കിടന്ന് കുറെ ദിവസം ഹോസ്പിറ്റലിലെ പ്രത്യേകമായ ICUവിന്റെ ഉള്ളിൽ കിടന്നു. ഒരാഴ്ച കഴിഞ്ഞ് പൊതുബെഡിലേക്ക് മാറ്റി, പോരാനായിട്ടില്ല. ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് പൊതു വാർഡിലേക്ക് മാറ്റി, പോരാനായിട്ടില്ല. 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് നരകീയ ജീവിതം കഴിഞ്ഞ് ഹോസ്പിറ്റൽ പടി ചവിട്ടിയിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ ആ രോഗിയോട് ഡോക്ടർക്ക് നിർദ്ദേശമുണ്ട് കേട്ടോ, നിനക്ക് ഇനി ഈ രോഗം തിരിച്ചു വരരുത് എന്ന് ഉദ്ദേശമുണ്ടോ? അതെ. എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കണം. എന്താ ഡോക്ടർ പറയുന്നത്? നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, കൂടുതൽ ലോങ് യാത്ര ചെയ്യരുത്, ഉറക്കമൊഴിക്കരുത്, ശബ്ദിക്കരുത്, ഭാരമുള്ള സാധനം എടുത്ത് പൊക്കരുത്, ഉയരമുള്ള സ്ഥലത്ത് കയറി നിൽക്കരുത്, കൊഴുപ്പേറിയ ആഹാരം കഴിക്കരുത് എന്നിത്യാദി 100 കൂട്ടം നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഒരു ഗുളികയും എഴുതി തരുന്നു. ഇത് രാത്രി കൃത്യം 10 മണിക്ക് കഴിച്ചിരിക്കണം, തെറ്റിക്കരുത്, ഒരു ദിവസം മുടങ്ങരുത് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ അനുഭവമുള്ള എത്രയോ, നമുക്ക് വന്ന അനുഭവമില്ലെങ്കിലും എത്രയോ ആളുകൾ നാം കാണുന്നു, ഒരു ദിവസം 1 മണിക്കൂറും ഒരു നിയമവും തെറ്റിക്കാതെ ആ രോഗി ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പറയൂ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്? ഇന്ന് വരെ സംരക്ഷിച്ചു പോകുന്ന ഹാർട്ടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം വെച്ചപ്പോൾ ഈ ഡോക്ടർ 10 നിർദ്ദേശം പറഞ്ഞത് 10 പാലിച്ചെങ്കിൽ അല്ലാഹു പറഞ്ഞ നിർദ്ദേശത്തിൽ നിന്ന് ഒരെണ്ണം പോലും പാലിക്കാത്ത വളരെ അധപ്പതിച്ച ജീവിതമല്ലേ ഇന്ന് ഞാനും നിങ്ങളും നിർവഹിക്കുന്നത്? ആത്മാർത്ഥമായി സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ ശരീരത്തോട് ചോദിക്കൂ, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ ഡോക്ടറുടെ വാക്ക് സ്വീകരിച്ച പോലെ, ഡോക്ടറോട് നന്ദി കാണിച്ച പോലെ എന്റെ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖ് തങ്ങളെ പറയുന്നു, ഇദാ അഅതസ അഹദുകും ഫൽയഖുൽ അൽഹംദുലില്ലാഹ്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. നിങ്ങളിൽ ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം.
അത് കേട്ടവൻ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അപ്പോൾ തുമ്മിയവൻ വീണ്ടും യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും എന്ന് പറയണം. ഞാൻ തുമ്മിയാൽ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നിങ്ങളത് കേട്ടാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയണം എന്നോട്. അപ്പോൾ ഞാൻ വീണ്ടും യഹ്ദീകല്ലാഹ് യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും അങ്ങനെ പറയണം. എന്തിനാണ് ഈ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുന്നത്? എന്തിനോ ആയിക്കോട്ടെ, റസൂലുള്ള പറയാൻ പറഞ്ഞു, അതുകൊണ്ട് പറയുന്നു. ഒരു കാര്യം അള്ളാന്റെ റസൂൽ ചെയ്യാൻ പറഞ്ഞാൽ അതെന്തിനാ ചെയ്യുക? അതെന്തിനോ ആയിക്കോട്ടെ, അള്ളാന്റെ റസൂൽ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ചെയ്യും. അതിന്റെ 1-ാം നമ്പർ അങ്ങനെ തന്നെയാണ്. കാരണം കണ്ടുപിടിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, എന്തിനാത്? നമ്മുടെ ബുദ്ധിയുടെ ലബോറട്ടറിയിലിട്ടത് പരിശോധിച്ചിട്ട് നമ്മുടെ ബുദ്ധി സമ്മതിച്ചാൽ ചെയ്യുക, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് വന്നാൽ നാം റസൂലുള്ളാഹിനെ വഴിപ്പെട്ടവരല്ല, അള്ളാഹുവിനെ വഴിപ്പെട്ടവരല്ല, നമ്മുടെ ബുദ്ധിക്ക് വഴിപ്പെട്ടവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ല, അശ്ഹദു അല്ലാ ഇല്ലൽ അഖലായി പോകും. ബുദ്ധി എന്തു പറയുന്നു അതല്ല ഇവിടെ നോട്ടം. ഒരു കാര്യം അള്ളാഹ് ചെയ്യാൻ പറഞ്ഞു, അപ്പടി ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാൻ പറയുന്നു, അത് അപ്പടി ചെയ്യുന്നു. കാരണം എന്തോ ആകട്ടെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നോക്കിയിട്ടാ ചെയ്യുന്നതെങ്കിൽ ഇല്ലത്ത് ബാത്തിലായാൽ മഅലൂൽ ബാത്തിലാവണം എന്നാ നിയമം. ഞാനൊരു ഉദാഹരണം പറയാം. ബാങ്ക് വിളിക്കുമ്പോൾ ചെവിട്ടിൽ കൈവെക്കണം. എന്തിനോ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ചെവിയിൽ കൈവെക്കണം. കൈവെക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് വെക്കുന്നത്? എന്തിനോ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ചെവിയിൽ കൈവെക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ വെക്കുന്നു. അതാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. എന്നാൽ പിന്നെ ഒരാൾക്ക് അതിന് കാരണം പറഞ്ഞുകൂടാന്നുണ്ടോ? കാരണം പറഞ്ഞുകൂടാന്നില്ല. ആ കാരണം കൊണ്ട് മാത്രമാണ് ചെവിയിൽ കൈവെക്കുന്നത് എന്നില്ല. എന്തിനാ ചെവിയിൽ കൈവെക്കുന്നത്? അത് ശബ്ദം ഉയരാൻ വേണ്ടിയാണ്. ഓഹോ, ശബ്ദം ഉയരാനാണ് ചെവിയിൽ കൈവെക്കുന്നത് അല്ലേ? അതെ. എന്നാ മൈക്ക് ഉണ്ടെങ്കിൽ ചെവിയിൽ കൈവെക്കണ്ടെന്ന് വരില്ലേ? മൈക്കിൽ വാങ്ങി വിളിക്കുകയാണെങ്കിൽ ചെവിയിൽ കൈവെക്കണ്ടെന്ന് വരില്ലേ? കാരണം ശബ്ദം ഉയരുന്നുണ്ടല്ലോ. അപ്പൊ കാരണം ബാത്തിലായാൽ, എല്ലത്ത് ബാത്തിലായാൽ മഅലൂൽ ബാത്തിലാവണം. എന്തിനാ കൈവെക്കുന്നത്? ശബ്ദം ഉയരാൻ. ശബ്ദം ഉയരാനെ കൈവെക്കുന്നതെങ്കിൽ കൈവെക്കാതെ ശബ്ദം ഉയർന്നാൽ കൈവെക്കേണ്ടതില്ലല്ലോ എന്ന് വരും. അങ്ങനെയല്ല. ബാങ്ക് വിളിക്കുമ്പോൾ ചെവിയിൽ കൈവെക്കണം. എന്തിന്? അള്ളാഹുവിന്റെ റസൂൽ വെക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വെക്കുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിലും ഒരാൾക്ക് പറഞ്ഞുകൂടാന്നുണ്ടോ? കാരണം ചെവിയിൽ കൈവച്ചാൽ ശബ്ദം ഉയരും. അത് ശരിയാണ്, ശബ്ദം ഉയരും, കൈവെക്കണം എന്നൊക്കെ പറയും. ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടി മാത്രമാണ് ചെവിയിൽ കൈവെക്കുന്നത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ചെവിയിൽ കൈവച്ചാൽ ശബ്ദം ഉയരും എന്നത് ശരിയാണ്, ആയിക്കോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നടന്നോട്ടെ, വിരോധമില്ല. കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. എന്ന പോലെ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂൽ പറയാൻ പറഞ്ഞു, അതുകൊണ്ട് പറയുന്നു. എന്നാലും കാരണം ഒരാൾക്ക് പറഞ്ഞുകൂടാ എന്നില്ല. ആ കാരണത്തിന് വേണ്ടി മാത്രമാണ് റസൂലുള്ളാഹി ഇത് പറയാൻ പറഞ്ഞത് എന്ന് പറയരുത് എന്നേ ഉള്ളൂ. കാരണം പറഞ്ഞു. എന്ത്? ചിലർ പറഞ്ഞു തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണം. അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഏത് മനുഷ്യനും തുമ്മുന്ന സമയത്ത് അവന്റെ ഹാർട്ട് നിന്നുപോകും. തുമ്മിക്കഴിഞ്ഞാൽ അവന്റെ ഹാർട്ട് വീണ്ടും പ്രവർത്തിക്കും. സുബ്ഹാനല്ലാഹ്. തുമ്മുന്ന സമയത്ത് നിന്നുപോയ ഹാർട്ട് തുമ്മിക്കഴിഞ്ഞാൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരൊറ്റ തുമ്മല് കൊണ്ട് മരിച്ചു പോകും. തുമ്മിയ സമയത്ത് നിന്നുപോയ ഹാർട്ട് തുമ്മിക്കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തിച്ചാൽ അൽഹംദുലില്ലാഹ്. എന്നിൽ സംഭവിച്ച അറ്റാക്കിന്റെ ഗൗരവം ഞാൻ പോലും അറിയാതെ, അല്ലാഹുവേ, ഹോസ്പിറ്റലിൽ പോകാതെ, ഡോക്ടറെ കാണാതെ, മരുന്ന് കഴിക്കേണ്ടതില്ലാതെ, എന്നിലൂടെ സംഭവിച്ചു പോയ അറ്റാക്കിനെ കുറിച്ച് ഒന്നും ഞാൻ അറിയാതെ എന്റെ ജീവൻ നിലനിർത്തി എന്നെ സംരക്ഷിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറയാൻ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞിട്ട് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? അത്ര പോലും അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരല്ലേ ഞാനും നിങ്ങളും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേട്. ഒരു അൽഹംദുലില്ലാഹ് പറയാൻ പോലും